അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ സമാപന ദിവസം പോലെ തന്നെ വളരെ കളർഫുള്ളായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിവെക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. CPIM അവരുടെ 81 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. CPI സമ്പൂർണ്ണമായ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെ അതത് മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികൾ ഇറങ്ങിയിരിക്കുന്നു. തീപാറുന്ന പോരാട്ടം നടക്കുന്ന BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ എതിരാളികളായി എത്തുന്ന വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന നേമത്ത് വി ശിവൻകുട്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. നേമത്ത് BJPയുടെ സാധ്യതകളെ ഇരട്ടത്താഴിട്ട് പൂട്ടിയിരിക്കുന്നു എന്ന് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോഴവിടെ നടക്കുന്ന റോഡ് ഷോയിൽ വി ശിവൻകുട്ടി എത്തിയിരിക്കുന്നു. നേമത്ത് സുന്ദരമായി വിജയിച്ചു കയറാൻ കഴിയുമെന്നും തിരുവനന്തപുരത്ത് കോവളം കഴിഞ്ഞ തവണ UDFന് പോയെങ്കിൽ അതുകൂടി തിരിച്ചെടുത്തുകൊണ്ട് മുഴുവൻ മണ്ഡലങ്ങളിലും സമഗ്രമായ ആധിപത്യവും വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നേരത്തെ വി ശിവൻകുട്ടി പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് നേമം സീറ്റ് BJPയിൽ നിന്ന് ഇരട്ടത്താഴിട്ട് താൻ പൂട്ടിയിട്ടുണ്ട്. BJPക്ക് ഇനി ഒരു സാധ്യതയും മുന്നിലില്ല എന്നതാണ്. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അവിടെ VK പ്രശാന്ത് രണ്ടാം ഊഴത്തിന് നിൽക്കുന്നു. അവിടെ VK പ്രശാന്തിന്റെ റോഡ് ഷോ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. CPI സ്ഥാനാർത്ഥികളും രംഗത്തിറങ്ങിയിരിക്കുന്നു. അമ്പലപ്പുഴയിൽ H സലാം, അവിടെ G സുധാകരൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന അമ്പലപ്പുഴയിൽ അവിടുത്തെ സിറ്റിംഗ് MLA H സലാം ഇറങ്ങിയിരിക്കുന്നു. അമ്പലപ്പുഴയിൽ ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി G സുധാകരൻ നിൽക്കുമ്പോൾ UDFന്റെ പിന്തുണയുണ്ടോ എന്നതിൽ അവ്യക്തത നിലനിൽക്കുമ്പോഴാണ് CPMനെ സംബന്ധിച്ചിപ്പോൾ അഭിമാന പോരാട്ടമായി മാറിയിരിക്കുന്നു. അമ്പലപ്പുഴയിൽ അവിടെ H സലാം അവിടെ റോഡ് ഷോയായി എത്തുന്നു. ഇനി നമ്മൾ കാണുന്ന മറ്റൊരു ദൃശ്യം തൃശ്ശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണനാണ്. അദ്ദേഹം CPI സ്ഥാനാർത്ഥിയാണ്. റോഡ് ഷോയായി ആലങ്കോട് ലീലാകൃഷ്ണൻ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂരിൽ. ഒപ്പം തന്നെ VS സുനിൽകുമാറിനെ നമുക്ക് കാണാം. തൃശ്ശൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന CPI സ്ഥാനാർത്ഥി അവിടെ കൈവീശിക്കൊണ്ട് ആ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണ്. ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ശ്രീ, തൃശ്ശൂരിലെ CPI സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനും റോഡ് ഷോയുടെ ഭാഗമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. തീർച്ചയായും GK, ആ ഒരു ഇടതു പ്രവർത്തകരുടെ ആവേശം, ഈ മണ്ഡലം കൈവിടില്ല എന്ന് അവർ ഉറച്ചു പറയുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ അദ്ദേഹം കവിയാണ്, പ്രഭാഷകനാണ്. മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആലങ്കോട് എങ്ങനെയുണ്ട് മാഷേ? തീർച്ചയായും ഇതൊരു ആവേശഭരിതമായ തുടക്കമാണ്. ഈ തുടക്കം ഒടുക്കം വരെ ഉണ്ടാവും. ഒടുക്കം ആവേശം അതിൻ്റെ 10 ഇരട്ടിയല്ല 100 ഇരട്ടിയായി നമ്മൾ കാണും. കവിയിൽ നിന്നൊരു സ്ഥാനാർത്ഥിയിലേക്കുള്ള മാറ്റം. ചില കവിയായിരിക്കുമ്പോഴും ഞാനൊരു ഇടതുപക്ഷ മനസ്സ് സൂക്ഷിക്കുന്ന ആളാണ്, ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കിതൊരു അത്ഭുതമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഈ പ്രവർത്തകരുടെ ആവേശം. എങ്ങനെയുണ്ട് പ്രവർത്തകരുടെ? 4 ദിവസമായിട്ട് അടിത്തട്ടിലെ പ്രവർത്തകരെ കണ്ടു. വലിയ പ്രതീക്ഷയിലാണ്. ഓളായി സ്ഥാനാർത്ഥി ഉഷാറല്ലേ? ഗംഭീരോളാണ്. തൃശ്ശൂർ ഞങ്ങള് ഹാട്രിക്ക് നേടും. ഇടതുപക്ഷ ജനാധിപത്യം ഇപ്പോഴത്തെ MLA ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മുമ്പത്തെ MLA ആണ്, അടുത്ത MLA ആണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. നമ്മുടെ സാംസ്കാരിക തലസ്ഥാനത്തിന് ഒരു കവിയും രാഷ്ട്രീയക്കാരനും ഒരുമിച്ച് ചേരുന്ന സൗന്ദര്യമുള്ള ഒരു ജനപ്രതിനിധി ഇവിടെ നിന്നുണ്ടാവും. ജില്ലാ സെക്രട്ടറി കൂടി ഈ ഭാഗത്ത് ഉണ്ട്. എങ്ങനെയുണ്ട് കോമ്രേഡ്? എങ്ങനെയുണ്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു തരംഗം തൃശ്ശൂർ ജില്ലയിൽ ദൃശ്യമാണ്. വളരെ ആവേശകരമായ തുടക്കം. ഇത് അവസാനം വരെ ഞങ്ങൾ ഈ ട്രെൻഡ് നിലനിർത്തും. ഇടതുപക്ഷം ജയിക്കും. കവിയാണ്, പ്രഭാഷകനാണ്. തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ ഒരു നവീനമായ അനുഭൂതിയാണ് ജനങ്ങളിൽ നിന്ന് ദൃശ്യമാകുന്നത്. ഈ കവിക്ക് തൃശ്ശൂരിന്റെ സാംസ്കാരിക തലസ്ഥാനം വലിയ പിന്തുണ നൽകും എന്നാണ്. ശ്രീകുമാരനാണ് തൃശ്ശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ CPI സ്ഥാനാർത്ഥി, ഇടതുമുന്നണി സ്ഥാനാർത്ഥി റോഡ് ഷോയുമായി ഇറങ്ങിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.